പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് നമുക്ക് നല്ല ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിന് നന്ദി പറയുമ്പോഴും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. കാരണം ഇന്നലത്തെ ദിവസം പല ദേവാലയങ്ങളിലും സർക്കുലർ വായിച്ചില്ല, സഭ പറയുന്നത് കേൾക്കുകയോ ദൈവഹിതം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുകയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്ന ഒരു സമൂഹമായി ഇവിടുത്തെ വൈദികർ മാറിയിരിക്കുന്നു. ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നൊരു ദൈവവചനം ഇതാണ്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന് 15-ാം അധ്യായത്തിന്റെ 19-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഈ ലോകത്തുള്ളവയ്ക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നെങ്കിൽ നിങ്ങൾ മറ്റെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാന്മാരെന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. ലോകത്തുള്ള മറ്റൊരു മനുഷ്യരെ പറ്റിയുമല്ല പൗലോസ് പറയുന്നത്. തമ്പുരാന്റെ വിശ്വാസം സ്വീകരിച്ച് മാമോദീസായിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന മനുഷ്യൻ ഇവിടെയുള്ള വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യവും, താൻ പറഞ്ഞത് മാത്രമാണ് ശരി, മറ്റുള്ളവരെല്ലാം തെറ്റാണ്, കാലാകാലങ്ങളായി രൂപപ്പെട്ട സഭയുടെ ആരാധനക്രമം തെറ്റാണ്, പരിശുദ്ധ കുർബാന തെറ്റാണ് എന്നൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. ഞങ്ങളാണ് 34-നേക്കാൾ മെച്ചം, ഞങ്ങൾ ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര കൊടിയ തിന്മ, ആത്മാവിൽ അന്ധകാരം ബാധിച്ച പുരോഹിതൻ, അവർ കുറെ ജനത്തെ കൂടെ തങ്ങളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഇത്തരത്തില് ദൈവത്തിനും മനുഷ്യനുമെതിരെ യുദ്ധം ചെയ്യുന്നു, സഭയെ നാണം കെടുത്തുന്നു, ദൈവത്തെ സങ്കടപ്പെടുത്തുന്നു. നമുക്കറിയാം, സോദോം ഗൊമോറയെ ഓർത്ത് സ്വർഗത്തിൽ തീവ്രമായ ദുഃഖമുണ്ടായി. അനുതപിക്കുന്ന പാപിയെ കണ്ട് സ്വർഗം സന്തോഷിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കുഴിമാടം കൊണ്ട് അവസാനിക്കുന്ന തരത്തിലാണ് ഇവർ ചിന്തിക്കുന്നതെങ്കിൽ, ഇതാണല്ലോ ഞങ്ങള് വലിയ പുള്ളികളാണെന്ന് പറഞ്ഞുകൊണ്ട് തുറക്കപ്പെട്ട കല്ലറയിൽ നിന്നും ഇടതുഭാഗത്തേക്ക് മാറ്റപ്പെടുന്ന മനുഷ്യരായി അധപ്പതനത്തിലേക്ക് ആത്മാക്കളെ നയിക്കുന്നു. ഇതിൽ മറ്റൊരു കാര്യം കൂടെ. ഏറ്റവും വളരെ രസകരമായ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നും. പച്ചക്കറി വാങ്ങിച്ചാൽ ഏറ്റവും നല്ല പച്ചക്കറിയെ വാങ്ങിക്കത്തുള്ളൂ, വിഷമില്ലാത്തത്. പലവ്യഞ്ജനം വാങ്ങിച്ചാൽ മായം ചേർക്കാത്തതേ വാങ്ങിക്കത്തുള്ളൂ. ഒരു വസ്ത്രം വാങ്ങിച്ചാൽ കമ്പനിയുടെ വസ്ത്രമേ വാങ്ങിക്കത്തുള്ളൂ. ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കമ്പനിയുടെ സാധനങ്ങൾ മാത്രമേ വാങ്ങത്തുള്ളൂ. എന്നാൽ നിത്യരക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ അർപ്പിക്കപ്പെടുന്ന ബലിയിൽ പങ്കെടുക്കുമ്പോൾ ഇല്ലിസിറ്റ് എന്ന് സഭ പ്രഖ്യാപിച്ച ആ കുർബാനയിൽ പങ്കെടുത്തിട്ട് എന്തോ കാര്യത്തിന് തൃപ്തിപ്പെടുത്തുന്നത് പോലെ ബലിയിൽ പങ്കെടുക്കുന്ന വിശ്വാസികളായി വിശ്വാസം മറച്ച കുറെ മനുഷ്യരുണ്ട്. നമ്മുടെ വിചാരിച്ചനല്ലേ അച്ഛൻ പറയുന്ന അച്ഛൻ്റെ കൂടെ നിൽക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ കൂടെ നിൽക്കാതെ നിങ്ങൾ ഏത് അച്ഛൻ്റെ കൂടെ നിന്നാൽ എങ്ങനെയാ രക്ഷ കിട്ടുന്നത്? ഒരച്ഛനും എന്നെയും നിന്നെയും രക്ഷപ്പെടുത്തില്ല. കർത്താവ് മാത്രമേ ഉള്ളൂ രക്ഷപ്പെടുത്താൻ. അതുകൊണ്ട് ഈ വാ അടച്ചുമിണ്ടാതെ നിൽക്കുന്ന, എന്തെങ്കിലും കുർബാന കിട്ടിയാൽ മതി എന്ന് പറയുന്ന മനുഷ്യ, നീ ഈ ലോകത്തെ വസ്തുക്കളെല്ലാം സ്റ്റാൻഡേർഡ് ഉള്ളത് വാങ്ങുമ്പോൾ സഭ ഇല്ലിസിറ്റ് എന്ന് പ്രഖ്യാപിച്ച് കുർബാനയ്ക്ക് പിന്നാലെ പോയി നീ മിണ്ടാതെ നിന്ന് ഈ തിന്മയ്ക്ക് കൂട്ടു നിൽക്കുകയാണെങ്കിൽ, ഇത് അന്ധകാരത്തിന്റെ വലിപ്പം എത്ര ഭയങ്കരമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ദൈവവചനം വായിക്കണം, ദൈവവചനം പഠിക്കണം. അനുസരണ ഇല്ലെങ്കിൽ ബലിയില്ല. പിതാവിനെ പുത്രനെ അനുസരിച്ച അനുസരണയാണ് പരിശുദ്ധ കുർബാന. കാൽവരി മരണം അതാണ്, അന്ത്യത്താഴം അതാണ്. ഇവയെല്ലാം കൂടെ ചേർന്ന് നിത്യരക്ഷകർക്ക് ഉദ്ധാനവും സ്വർഗാരോഹണവും പരിശുദ്ധാത്മാവിന്റെ ആഗമനവും എല്ലാം കൂടെ ഒന്നിച്ചു ചേർത്ത് 1 മണിക്കൂറിൽ കൊണ്ടുവച്ചിരിക്കുന്ന പരിശുദ്ധ കുർബാന, ദൈവാരാധന. അതിൽ മനുഷ്യന്റെ ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ചവൻ കയറിയിട്ട് ഇങ്ങനെ വേണം, ഞങ്ങൾ പറയുന്ന കണക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്വന്തം വഴിക്ക് പിടിച്ചു തിരിക്കുന്ന അന്ധകാരത്തിന്റെ മക്കളെ, നാശത്തിലേക്കാ പോക്ക്. സഭ ഇനി ഇതിനെതിരെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. നിത്യനാശത്തിലേക്ക് പോകുന്നത് കണ്ടിട്ട് മിണ്ടാതിരുന്നാൽ ശിക്ഷിക്കുമെന്ന് പ്രവാചകനോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. ദൈവജനം നാശത്തിലേക്ക് പോകുമ്പോൾ, പുരോഹിതൻ നാശത്തിലേക്ക് പോകുമ്പോൾ പ്രവാചകനോട് ദൈവം പറഞ്ഞു, എൻ്റെ അധരങ്ങളിൽ നിന്ന് പ്രവചനം കിട്ടുമ്പോഴെല്ലാം നീ അവരോട് പറഞ്ഞു കൊടുക്കണം,
അങ്ങനെ നീ പറഞ്ഞിട്ട് അവർ കേൾക്കാതെയാണ് പോകുന്നതെങ്കിൽ അവരുടെ ആത്മാവിന് ഞാൻ അവരോട് കണക്ക് ചോദിക്കാം. എന്നാൽ നീ പറയാത്തത് കൊണ്ട്, നീ അവരെ നിയന്ത്രിക്കാത്തത് കൊണ്ട്, ശിക്ഷണം കൊടുക്കാത്തത് കൊണ്ടാണ് അവർ നാശത്തിലേക്ക് പോകുന്നെങ്കിൽ ഈ അധികാരികളെ, ഈ ആത്മാക്കൾക്കെല്ലാം നിങ്ങൾ തന്നെ കണക്ക് പറയേണ്ടി വരും. ഇത് കുഞ്ഞുവൻ പറയുന്ന കാര്യമല്ലിത്. ദൈവവചനത്തിൽ കൃത്യമായി എഴുതി വെച്ച് വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തതിന്റെ വെളിച്ചത്തിൽ മാത്രമാണ്. ഒരു പുരോഹിതനോടും പിണക്കമില്ല, ഒരു മനുഷ്യനോടും എനിക്ക് പിണക്കമില്ല. പക്ഷേ ഇത്തരത്തിൽ തിന്മയിലേക്ക് പോയാൽ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറയുന്നതാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഭൂമിയിലുള്ള എന്തെങ്കിലും അധികാരമോ അവകാശമോ, തോമാസ് ലീഗ ഈ ഭൂമിയിൽ വന്നിട്ട്, ഈ മണ്ണിൽ വന്നിട്ട് അദ്ദേഹം തനിക്ക് സ്വന്തമായിട്ടൊന്നും സമ്പാദിച്ചില്ല, പേരൊന്നും ഉണ്ടാക്കാൻ പോയില്ല. നിങ്ങളത് ചിന്തിച്ചു നോക്കിക്കേ. കാശുണ്ടാക്കാൻ നല്ല വഴിയും സാധ്യതയും ഉള്ള ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം വരുന്നത്. ഇവിടുന്ന് ഈ നാട് വിട്ടുപോലും പോയില്ലല്ലോ. അങ്ങനെ അത്ര സ്വന്തം ജീവനെ ബലി കൊടുത്തുകൊണ്ട് നിത്യരക്ഷയുടെ മാർഗം കാട്ടിത്തന്ന തോമസ് ലീഗയുടെ പാരമ്പര്യം പറയുന്നവര് ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് അകലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇത് കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ സങ്കടം ഭീകരമാണ്. അതിനാൽ എത്രയും വേഗം ഈ കാര്യത്തിന് പിതാക്കന്മാർ മേജർ ആർച്ച് ബിഷപ്പ് എത്രയും വേഗം ഈ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാകണം. നമുക്കറിയാം, ഉദരത്തിൽ ദഹിക്കാത്ത ആഹാരത്തെ ശരീരം ഛർദ്ദിച്ചു കളയും. നിത്യനാശത്തിലേക്ക് ഇവർ കെട്ടിവലിക്കുകയാണെങ്കിൽ ഇവരെ പുറത്താക്കുക തന്നെയാണ് വേണ്ടത്. ഇവരെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അധികാരികളെ, നിങ്ങളോട് കൈതൊഴുത് പറയുകയാണ്, എത്രയും വേഗം ഇതിന് ആക്ഷൻ എടുക്കണം. ഇനിയും ഞങ്ങൾക്ക് കൽപ്പനകളും അതുപോലെ തന്നെ ഇടയലേഖനങ്ങളും ഒന്നും വേണ്ട. പ്രവൃത്തി മാത്രം മതി. പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്ന ദൈവസ്നേഹത്തിന്റെ അധികാരത്തെ നിങ്ങൾ ഈ സഭയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. ഉള്ളിലെ അമർഷം കൊണ്ട് പറയുന്നത്, ആരോടും പണക്കൊണ്ടായിട്ട് പറയുന്നതല്ല. അതിനാൽ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒന്ന് മാത്രം, നിത്യരക്ഷയ്ക്ക് എതിരെ വേലി കെട്ടുന്ന ഓരോരുത്തരെയും പുറത്താക്കുക. അങ്ങനെ സഭയെ രക്ഷിക്കുക. എറണാകുളം അങ്കമാലി അതിരൂപതയെ ശുദ്ധീകരിച്ച് ശക്തീകരിച്ച് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന വഴിയിലേക്ക് നയിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണമേ. ഇത് അതുപോലെ തന്നെ കമൻറ്റിട്, ലൈക്കും ഷെയറും ഒക്കെ ഞാൻ ഇതിനകത്ത് ഒരു വലിയ കാര്യങ്ങളല്ല, നിങ്ങൾ എങ്ങനെ ഇതിനോട് റിയാക്ട് ചെയ്യുന്നു എന്നൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ആമേൻ.